ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി, ലോകാത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ടത് താജ്മഹലാണ്. ആ താജ്മഹൽ നിർമ്മിച്ചത് മുഗൾ രാജവംശമാണ്. ആ മുഗൾ രാജവംശത്തെ ഏറ്റവും മലീമസമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സ്വഭാവമാണ് BJPക്കുള്ളത്. അവർ മുസ്ലിങ്ങളെ ചീത്ത പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ബാബർ കി ഔലാദ് എന്നാണ്. ഒരു ബിൽഡിങ്ങും ഹിന്ദുത്വക്ക് ഇന്ത്യയിലില്ല. ബാബരി മസ്ജിദിൻ്റെ താഴെ, പള്ളികൾക്ക് താഴെ, കുത്തുബ് മിനാറിന് താഴെ മുസ്ലിങ്ങൾ നിർമ്മിച്ച പ്രസ്റ്റീജിയസ് ബിൽഡിങ്ങിൻ്റെ അടിയിൽ തങ്ങളുടെ ഏതോ ബിൽഡിങ്ങുകളുടെ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളുണ്ടെന്നാണ് BJP, RSS, ഹിന്ദുത്വ സംഘപരിവാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആജ് തക് ചാനലിൽ മുസ്ലിം വിരോധത്തിൻ്റെ അപ്പോസ്തലനായ സുധീർ ചൗധരി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രധാന കേന്ദ്രബിന്ദുവാണ് സുധീർ ചൗധരി. 2024 ആജ് തക്കിൽ ലെസൺസ് ഫ്രം ഹിസ്റ്ററി, ചരിത്രപാഠങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി അവതരിപ്പിച്ചു. ആ പ്രോഗ്രാമിൽ പറയുന്നത് താജ്മഹൽ അത് തേജോ മഹാലയാണ്, ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന വ്യാജം പ്രചരിപ്പിച്ചു. ഇത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നടത്തുന്നത് മോദിയുടെ ഭക്തരാണ്. ബ്രോഡ്കാസ്റ്റ് അതോറിറ്റിയുടെ അടുത്ത് കംപ്ലൈൻറ്റ് വന്നു. അന്നൊക്കെ അതിൽ ഒരു തെറ്റുമില്ല എന്നായിരുന്നു ബ്രോഡ്കാസ്റ്റ് അതോറിറ്റി കണ്ടെത്തിയതെന്ന്. ബ്രോഡ്കാസ്റ്റ് അതോറിറ്റി ഇപ്പോൾ ഒരു പുതിയ നിലപാടെടുത്തിരിക്കുന്നു. സുധീർ ചൗധരിയുടെ പ്രോഗ്രാം എഡിറ്റ് ചെയ്യണമെന്ന് ആജ് തക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചരിത്രത്തിൻ്റെ അപനിർമ്മിതിയാണ്, അത് തെറ്റായ വിവരമാണ്. ആ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നും തിരുത്തണമെന്നും ആജ് തക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. താജ്മഹൽ പോലും ഹിന്ദു ക്ഷേത്രമാണെന്ന് പറയാനോ പ്രചരിപ്പിക്കാനോ ഒരു ലജ്ജയും ഇല്ലാത്തവരാണ് സംഘപരിവാർ. സംഘപരിവാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംഘി ചാനൽ, ഒരു സംഘി അവതാരകൻ നടത്തിയ പരാമർശം പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ടി വരുന്നു. അതിന് ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് അതോറിറ്റി അത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. 10,000-കണക്കിന് കളവുകൾക്കിടയിൽ ഒന്നെങ്കിലും തിരുത്താനുള്ള അവസരം സംഘപരിവാറിന് ലഭിച്ചിരിക്കുകയാണ്.